റോബോ ദി റോബോട്ട് അല്ലേ നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത്. അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ കണ്ടത്? റോബോയും സിയയും കൂടിയും ടൗണിലേക്ക് പോകൂലേ നടക്കാനായിട്ട്. അവിടെ വെച്ചിട്ട് എന്താ ഉണ്ടാവുക? മഴ പെയ്യും. അവരുടെ കയ്യിൽ കുട ഉണ്ടായിരുന്നോ? ഇല്ല. റോബോ എന്തായിട്ട് മാറും? ബിക്കേം ആൻ അംബ്രല്ല അല്ലെ, ഒരു കൊടിയായിട്ട് മാറും. എന്നിട്ട് എന്തുണ്ടാവും? കുറച്ച് കഴിഞ്ഞപ്പോ മഴയൊക്കെ നിൽക്കൂലേ. അപ്പോ സിയയുടെ ക്യാപ്പ് ആരാ തട്ടിക്കൊണ്ടുപോവാ? ക്രോ അല്ലേ. എന്നിട്ട് എവിടെയാ കൊണ്ടുപോയി വെക്കുക? മാങ്കോട്രീയുടെ മുകളിൽ വെക്കും. അപ്പൊ റോബോ സിയനെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാ? റോബോയുടെ കൈകളെല്ലാം നീണ്ട് മാങ്കോട്രീയുടെ ബ്രാഞ്ച് താഴത്തോട്ട് വലിക്കൂലേ. അപ്പൊ സിയ എന്ത് ചെയ്യും? സിയയുടെ കൈ റേസ് ചെയ്തിട്ട് ക്യാപ്പ് എടുക്കാൻ നോക്കുന്നത് വരെയല്ലേ കണ്ടത്? സിയക്ക് ക്യാപ്പ് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാന്ന് പറഞ്ഞിരുന്നു അല്ലേ. നോക്കല്ലേ ക്യാപ്പ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. സൂൺ എ സ്ട്രോങ് വിൻഡ് ബ്ലൂ. ദ വിൻഡ് ടുക്ക് ദ ക്യാപ്പ് എവേ. എന്താ ഉണ്ടായേ? പെട്ടെന്ന് ശക്തമായ ഒരു കാറ്റ് വീശി. കാറ്റ് തൊപ്പിയെ ദൂരേക്ക് പറത്തിക്കൊണ്ടുപോയി. കണ്ടോ? പിക്ചറിൽ കാണിച്ചിട്ടുണ്ടല്ലേ. റോബോ വേർ ഈസ് മൈ ക്യാപ്? സിയ ക്രൈഡ്. സിയ കരഞ്ഞുകൊണ്ടാ ചോദിക്കണേ അല്ലേ. റോബോ എവിടെ എന്റെ ക്യാപ്പ് എന്ന് ചോദിക്കാൻ. ബീപ് ബീപ്. എന്താ സൗണ്ട്? റോബോന്റെ സ്ക്രീന് റോബോ കാണിച്ചു കൊടുക്കാൻ പോവാണ് അല്ലേ. റോബോ സ്ക്രീൻ ഫ്ലാഷ് അഗെയിൻ. സി യുവർ ക്യാപ് ഈസ് നൗ ഇൻ ദ സിറ്റി പാർക്ക്. അപ്പൊ എന്താ പറയുന്നത്? റോബോ നോക്കൂ, നിന്റെ തൊപ്പി ഇപ്പോ പട്ടണത്തിലെ പാർക്കിലാണ് എന്ന് പറയാണ് കേട്ടോ. ഇറ്റ് ഈസ് ഫാർ അവേ. അപ്പൊ എന്താ സിയ പറയുന്നത്? അത് വളരെ അകലെയാണ് എന്ന് പറയാണ്. വേർ ഡിഡ് ദ വിൻഡ് ടേക്ക് ദ ക്യാപ്? തൊപ്പി എവിടേക്കാണ് കൊണ്ടുപോയത് കാറ്റ്? The wind took the cap in the city park. അല്ലേ, സിറ്റി പാർക്കിലേക്കല്ലേ കൊണ്ടുപോയത്? അവിടെ നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഹൗ വിൽ ദേ റീച്ച് ദ സിറ്റി പാർക്ക്? അവര് എങ്ങനെ സിറ്റി പാർക്കിലേക്ക് എത്തും എന്ന് നമുക്ക് നോക്കാം അല്ലെ, എങ്ങനെയാ എത്തുക എന്നുള്ളത്. നമ്മളിനി ആക്ടിവിറ്റി ബുക്കിലെ ആക്ടിവിറ്റി 13 നോക്കാം കേട്ടോ. മേക്ക് ദ സെന്റൻസസ് ലോങ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസസ് ഒക്കെ ഒന്ന് വലുതാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതായത് നമുക്ക് തന്നിരിക്കുന്നത് നോക്കൂ. ഫസ്റ്റ് വൺ എന്താ? ദിസ് ഈസ് എ ക്രോ അല്ലെ, ഇതൊരു കാക്കയാണ്. ഇനി അതിന് നിറം പറയാണ് കേട്ടോ. ദിസ് ഈസ് എ ബ്ലാക്ക് ക്രോ. ഇതൊരു കറുത്ത കാക്കയാണ്. ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ദിസ് ഈസ് എ സ്മോൾ ബ്ലാക്ക് ക്രോ. ഇത് ചെറിയ ഒരു കറുത്ത കാക്കയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. സെന്റൻസ് തന്നിട്ടുണ്ട്. ദിസ് ഈസ് എ ട്രീ എന്ന് തന്നിട്ടുണ്ട്. ഇനി എന്ത് പറയാം നമുക്ക്? ദിസ് ഈസ് എ ഗ്രീൻ ട്രീ എന്ന് പറയാലോ, കളർ പറയാലോ. ദിസ് ഈസ് എ ഗ്രീൻ ട്രീ. ഇത് എങ്ങനെയാ? സ്മോൾ ആണോ ബിഗ് ആണോ? ബിഗ് അല്ലേ. അപ്പൊ നമുക്കത് പറയാം. ദിസ് ഈസ് എ ബിഗ് ഗ്രീൻ ട്രീ എന്ന് എഴുതുക കേട്ടോ. അടുത്തത് നോക്കുക, കാറ്റ് ആണ് അല്ലേ. അപ്പൊ നമ്മൾ എന്താ എഴുതുക? ഒന്നും തന്നിട്ടില്ല. അപ്പൊ ദിസ് ഈസ് എ കാറ്റ്. ഇത് ഒരു പൂച്ചയാണ്. എന്താ നിറം? എന്താ? വൈറ്റ് കാറ്റ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് അത് എഴുതിക്കോടെ. ദിസ് ഈസ് എ വൈറ്റ് കാറ്റ്. ഇതൊരു വെള്ള പൂച്ചയാണ്. ഇനി ഇതെന്ത് പറയാം നമുക്ക്? ദിസ് ഈസ് എ സ്മോൾ വൈറ്റ് കാറ്റ്. ഇതൊരു ചെറിയ വെള്ള പൂച്ചയാണ് എന്ന് എഴുതാം കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, പിക്ചറിലേക്ക് നോക്കൂ. ഹൗ വിൽ ദേ റീച്ച് ദ സിറ്റി പാർക്ക് എന്ന് ചോദിച്ചിരുന്നില്ലേ? അവർ സിറ്റി പാർക്കിൽ എങ്ങനെ എത്തും എന്ന് ചോദിച്ചിരുന്നില്ലേ? എങ്ങനെയാ നോക്കൂ. അവര് പറക്കുകയാണ് അല്ലേ. സൂപ്പ് സൂപ്പ് സൂപ്പ്. എന്താണ്ടായേ? റോബോ ഗ്രൂ ബിഗ്. റോബോ വളർന്ന് വലുതായി ട്ടോ. ക്ലൈംബ് ഓൺ മൈ ബാക്ക് ക്യൂക്ക് സെഡ് റോബോ. എന്താ പറയുന്നത്? പെട്ടെന്ന് എന്റെ പുറത്ത് കയറൂ എന്ന് പറയാണ് റോബോ. സൂം. റോബോ ഫ്ലൂ അപ്പ്. എന്താണ്? സൂം എന്നുള്ള സൗണ്ടില് റോബോ എന്താ മുകളിലേക്ക് പറന്നു. ദേ ഫ്ലൂ ഓവർ ദ ട്രീസ് ആൻഡ് ഹൗസസ്. അവർ മരങ്ങളുടെയും വീടുകളുടെയും മുകളിലൂടെ പറന്നു. കണ്ടോ? പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. വിൽ സിയ ഗെറ്റ് ഹെർ ക്യാപ് ബാക്ക്? സിയക്ക് സിയയുടെ തൊപ്പി തിരിച്ചു കിട്ടുമോ എന്നാണ് കേട്ടോ. കിട്ടുന്നുണ്ടായിരിക്കാം അല്ലേ. ഷീ മേ ഗെറ്റ് ഹെർ ക്യാപ് ബാക്ക്. അവളുടെ തൊപ്പി അവൾക്ക് കിട്ടുമായിരിക്കും. നമുക്ക് നോക്കാം കേട്ടോ. ആക്ടിവിറ്റി 14 ആണ് കേട്ടോ. കംപ്ലീറ്റ് ദ കോൺവേഴ്സേഷൻ. സംഭാഷണം പൂർത്തിയാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ലുക്ക് അപ്പ് വാട്ട് ഈസ് ദാറ്റ് എന്ന് ചോദിക്കുന്നു കേട്ടോ. അപ്പൊ ആ കുട്ടി എന്താ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ റോബോട്ട്. ആ കുട്ടി പറയുക, അങ്ങനെയല്ലേ പറയണ്ടാവുക? അതൊരു റോബോട്ടാണ് എന്നല്ലേ പറയണ്ടാവുക? അങ്ങനെ എഴുതി കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. വേർ ഈസ് സിയ ആൻഡ് റോബോ നൗ? ഇപ്പൊ സിയയും റോബോ എവിടെയാണ്? ദേ ആർ ഇൻ ദ പാർക്ക്. അവരിപ്പോ പാർക്കിലാണ് കേട്ടോ. സിയ ആൻഡ് റോബോ റീച്ച് ദ പാർക്ക്. സിയയും റോബോയും എന്താണ് പാർക്കിലെത്തി. They saw a boy on a bench. എന്താണ്? ഒരു ബെഞ്ചിൽ ആൺകുട്ടി ഇരിക്കുന്നത് അവർ കണ്ടു. It is my cap, Sia said to the boy. സിയ ആൺകുട്ടിയോട് പറയാണ് കേട്ടോ, ഇത് എന്റെ ക്യാപ്പാണ് എന്ന് പറയാൻ, എന്റെ തൊപ്പിയാണ്. is it yours? I got it from the bench. ഇത് നിന്റെയാണോ? എനിക്കിത് ആ
ആ ബെഞ്ചിൽ ഇരുന്നാണ് കിട്ടിയത് എന്ന് പറയാണ് കേട്ടോ. ദ ബോയ് ഗേവ് ദ ക്യാപ് ബാക്ക് ടു സിയ. എന്താണ്, ആൺകുട്ടി സിയയ്ക്ക് തൊപ്പി തിരികെ കൊടുത്തു. ഹൂം ഡിഡ് ദേ സീ ഇൻ ദ പാർക്ക്? ആരെയാണ് അവർ പാർക്കിൽ കണ്ടത്? ദേ സോ എ ബോയ് അല്ലേ, ഒരു ബോയിനെയാണല്ലേ കണ്ടത്. ഡിഡ് ദ ബോയ് ഗിവ് ദ ക്യാപ് ബാക്ക് ടു സിയ? ബോയ് സിയയ്ക്ക് തിരികെ കൊടുത്തോ ക്യാപ്പ്? യെസ്, ദ ബോയ് ഗേവ് ദ ക്യാപ് ബാക്ക് ടു സിയ. ആക്ടിവിറ്റി 15. റോബോ പുട്ട് ദ ബോട്ടിൽ ഇൻ ദ ഡസ്റ്റ്ബിൻ. റോബോട്ട് ആ ഡസ്റ്റ്ബിനിലോട്ട് ബോട്ടിൽ ഇട്ടു കേട്ടോ. അവിടെ ഒരു മെസ്സേജ് ഉണ്ട് അല്ലേ, എന്താണ്, ഡു നോട്ട് പുട്ട് വേസ്റ്റ് അറൗണ്ട്. എന്താണ്, ചപ്പുചവറുകൾ ചുറ്റും വലിച്ചെറിയരുത് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഒരു മെസ്സേജ് ഉണ്ട്. റൈറ്റ് എ മെസ്സേജ് ബിലോ. ഇവിടെ കാണിച്ചിരിക്കുന്ന പിക്ചർ എന്താണ്? വാട്ടർ വേസ്റ്റ് ചെയ്യാണ് അല്ലേ. അപ്പൊ നമ്മൾ എന്താ എഴുതുക മെസ്സേജ്? ഡു നോട്ട് വേസ്റ്റ് വാട്ടർ അല്ലേ, വെള്ളം പാഴാക്കരുത് എന്നല്ലേ എഴുതേണ്ടത്, അതവിടെ എഴുതുക കേട്ടോ. ദ ബോയ് ലുക്ക്ഡ് അറ്റ് റോബോ. ഹു ഈസ് ദിസ്? ആൺകുട്ടി റോബോനെ നോക്കി എന്നിട്ട് ചോദിക്കുകയാണ്, ഇത് ആരാണ് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ സിയ എന്താ പറയണെന്ന് നോക്കൂ. ദിസ് ഈസ് മൈ ഫ്രണ്ട് റോബോ. ഇറ്റ് ഈസ് എ റോബോ. ഇത് എന്റെ കൂട്ടുകാരൻ റോബോയാണ്, ഇതൊരു റോബോട്ടാണ് എന്ന് പറയാണ് കേട്ടോ. ഹലോ ഫ്രണ്ട് സെഡ് റോബോ. അപ്പൊ റോബോ പരിചയപ്പെടുകയാണ് അല്ലേ. ഹലോ കൂട്ടുകാരാ എന്ന് പറഞ്ഞു അല്ലേ. കം ലെറ്റ്സ് വാക്ക് അറൗണ്ട് ദ പാർക്ക്. വരൂ നമുക്ക് ഈ പാർക്കിലൂടെ നടക്കാം എന്ന് പറയാണ് റോബോ. ഹോ സോറി ഐ കനോട്ട് വാക്ക് ലൈക്ക് യു. ക്ഷമിക്കണം, എനിക്ക് നിങ്ങളെ പോലെ നടക്കാൻ കഴിയില്ല എന്ന് പറയാണ്. അവിടെ കണ്ടോ ഒരു വാക്കർ ഉണ്ട് കേട്ടോ. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പിടിച്ചു നടക്കാനുള്ളതാണ് കേട്ടോ വാക്കർ. ദ ബോയ് ലുക്ക്ഡ് അറ്റ് ഹിസ് വാക്കർ. ആൺകുട്ടി അവന്റെ വാക്കറിലേക്ക് നോക്കി. ഐ ആം സോറി ഡിയർ സെഡ് സിയ. സിയ സോറി എന്ന് പറയാണ് കേട്ടോ. വാട്ട് ഡിഡ് റോബോ സേ ടു ദ ബോയ്? റോബോ കുട്ടിയോട് എന്താണ് പറഞ്ഞത്? കം ലെറ്റ്സ് വാക്ക് അറൗണ്ട് ദ പാർക്ക് അല്ലേ, വരൂ നമുക്ക് പാർക്കിന് ചുറ്റും നടക്കാം എന്നല്ലേ പറഞ്ഞത്. വൈ ഡിഡിന്റ് ദ ബോയ് ഗോ ഫോർ എ വാക്ക്? ആൺകുട്ടി എന്തുകൊണ്ടാണ് നടക്കാൻ പോകാതിരുന്നത്? ബിക്കോസ് ഹി കുഡ് നോട്ട് വാക്ക് ലൈക്ക് ദം. അവരെ പോലെ നടക്കാൻ കഴിയില്ല അല്ലേ, അതുകൊണ്ടല്ലേ. ഹേ ഡോണ്ട് വറി ജസ്റ്റ് എ മിനിറ്റ് റോബോ സെഡ്. നടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞൂലേ ആ ആൺകുട്ടി. റോബോ പറയാണ്, വിഷമിക്കേണ്ട ഒരു നിമിഷം എന്ന് പറഞ്ഞു കേട്ടോ. റോബോ ബീപ് ബീപ് വിർ വിർ എന്താണ് സൗണ്ട് ഉണ്ടാക്കി. ബീപ് ബീപ് എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കി. റോബോ ടേൺഡ് ഇൻ ടു എ വീൽ ചെയർ. റോബോ എന്തായിട്ടാ മാറിയിരിക്കുന്നത്? വീൽ ചെയർ ആയിട്ട് മാറി. ദ ബോയ് വാസ് സർപ്രൈസ്. എന്താണ്, ആ ആൺകുട്ടിക്ക് അത്ഭുതമായി കേട്ടോ. സിറ്റ് ഓൺ ദിസ് സെഡ് സിയ. എന്താണ്, ഇതിൽ ഇരുന്നോളൂ എന്ന് സിയ പറഞ്ഞു കേട്ടോ. വൈ വാസ് ദ ബോയ് സർപ്രൈസ്? എന്തുകൊണ്ടാണ് ആ ബോയ് അത്ഭുതപ്പെട്ടത്? ബിക്കോസ് ദ റോബോ ടേൺഡ് ഇൻ ടു എ വീൽ ചെയർ. റോബോ ഒരു വീൽ ചെയർ ആയിട്ട് മാറിയില്ലേ, അതുകൊണ്ടല്ലേ സർപ്രൈസ് ആയത്. വേർ വിൽ ദേ ഗോ? അവര് എങ്ങോട്ട് പോകും എന്നാണ് കേട്ടോ. എങ്ങോട്ടാണ് റോബോ നേരത്തെ ബോയിനെ വിളിച്ചത്? പാർക്കില് ചുറ്റി നടക്കാമെന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പൊ എവിടേക്കായിരിക്കും പോകുന്നുണ്ടാവുക? ദേ വിൽ ഗോ അറൗണ്ട് ദ പാർക്ക്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് കേട്ടോ. വിൽ സിയ ടേക്ക് ദ ബോയ് ഹോം? സിയ ആ ആൺകുട്ടീനെ വീട്ടിലേക്ക് കൊണ്ടുപോകുമോന്ന് നമുക്ക് നോക്കാം. അറിയില്ല അല്ലേ, കൊണ്ടുപോകില്ലേന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് ഇനി ആക്ടിവിറ്റി 16 നോക്കാം. കംപ്ലീറ്റ് ദ സെന്റൻസസ്. ദ ബോയ് വാക്ക്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ. ഇതിന്റെ സഹായത്തോടു കൂടിയാണ് ആൺകുട്ടി നടന്നത്. അവിടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ വാക്കർ. വാക്കർ ആണ് അല്ലേ, വാക്കർ വെച്ചിട്ടല്ലേ നടന്നത്. ഇനി അടുത്തത് നോക്കൂ പിക്ചർ. നൗ ഹി ഗോട്ട് എ ഡാഷ് ഹീസ് ഹാപ്പി. ഇപ്പൊ അവന് കിട്ടിയത് എന്താ? ഗോട്ട് എ വീൽ ചെയർ അല്ലേ. നൗ ഹി ഗോട്ട് എ വീൽ ചെയർ ഹീസ് ഹാപ്പി. അവന് സന്തോഷമായി. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.